നോക്കുമ്പോൾ സമയം തികയുന്നില്ലല്ലോ. ഈ 24 മണിക്കൂർ കൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്തു തീർക്കണം? ഈ സമയം ഇത് എങ്ങോട്ടാ ഓടിപ്പൊക്കൊണ്ടിരിക്കുന്നത്? സമയത്തിനെ കുറിച്ച് ഇതുപോലെ നിരവധി കംപ്ലൈന്റ്സ് ഉള്ള ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ദിസ് വീഡിയോ മൈറ്റ് ഹെൽപ്പ് യു ടു ഫൈൻഡ് പീസ് വിത്ത് ടൈം. Hi guys, welcome back to my channel and I am back with the second part of the series Fix 3 Things and Your Life Will Change. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സമയത്തിനെ കുറിച്ചിട്ടാണ്. സമയത്തിനെ എങ്ങനെ നമ്മുടെ ഫേവറിൽ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാം എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് സമയത്തിനെ കുറിച്ച് പരാതി പറയുന്നവര് മെയിൻലി 2 കാറ്റഗറീസിലുള്ളവരാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജെന്യുവൻലി നല്ല ഹാർഡ് വർക്കിങ്ങും ബിസിയും ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ചെയ്യാനായിട്ടുള്ള ടു ഡു ലിസ്റ്റിന്റെ എണ്ണം തീരുന്നേ ഇല്ല. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ എനിക്ക് ഫീൽ ആയിട്ടുള്ളത് മടിയും അലസതയും ഇല്ലെങ്കിൽ എന്താ പറയണ്ടേ, ലൈഫ് ഒരു ഡയറക്ഷൻ ഇല്ലാതെ പൊക്കിക്കൊണ്ടിരിക്കുന്ന, അവർക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്യണമെന്ന്, അങ്ങനെ വിഷമിച്ച് സമയം പാഴായി പൊക്കിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിച്ചാലോ? ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ആ ഒരു ലിസ്റ്റ് തീരുന്നില്ല എന്നുള്ളതല്ല, പകരം ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് എന്നുള്ളതാണ്. ഒരു നിമിഷം പോലും ഒന്ന് ഗിൽട്ട് ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കാൻ അവർക്ക് പറ്റത്തില്ല. എന്താ പറയേണ്ടത്, ഒരു ക്വാളിറ്റി ടൈം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഒരു ടൈം മാനേജ്മെന്റ് ടിപ്സ് വല്ലതും ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയ ഇംപ്രൂവ്മെന്റ് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അതിന് പകരം നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സമയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എഴുതി തിരുത്തണം. അതായിരിക്കും നിങ്ങൾക്കുള്ള ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാലത്ത് ഞാൻ ഇങ്ങനെ വെറുതെ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നും ചെയ്യാനുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റാതെ പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്റെ ഒരു ടൈമിനെ കുറിച്ചുള്ള ബിലീഫ് സിസ്റ്റം മാറ്റി എഴുതാൻ വേണ്ടി ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് 2-3 അഫർമേഷൻസ് ഉണ്ട്. അത് ഞാൻ സ്വന്തമായിട്ട് എഴുതിയ അഫർമേഷൻസ് ആണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പോ ഞാൻ ഫോളോ ചെയ്യുന്ന ആദ്യത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് I have enough time to do everything that I wish to do. സെക്കൻഡ് അഫർമേഷൻ എന്ന് പറയുന്നത് I am exactly where I'm meant to be and I am doing everything that I'm supposed to do. ലാസ്റ്റ് അഫർമേഷൻ, തേർഡ് അഫർമേഷൻ എന്ന് പറയുന്നത് everything works out perfectly for me at the right timing. ഈ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഞാൻ എന്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നാമത് ഞാൻ ആ ഡിവൈൻ ടൈമിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക, ഡിവൈൻ ടൈമിങ്ങിലോട്ട് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, ലൈഫിൽ ഓരോ കാര്യങ്ങളും നടക്കാനായിട്ട് അതിൻ്റെതായിട്ടൊരു സമയമുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന ഡയലോഗില്ലേ, അത് കറക്റ്റാണ്. ആ നടക്കേണ്ട സമയത്ത് മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പം അത് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിനെ ഞാൻ ആദ്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആണ് ആദ്യം പഠിച്ച കാര്യം. രണ്ടാമത് ഞാൻ പഠിച്ച കാര്യം എന്ന് വെച്ചാൽ, എന്റെ പ്രസന്റ് മൊമെന്റ് എന്താണോ അത് റിയാലിറ്റി ആണ് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ഞാൻ രണ്ടാമത് പഠിക്കാൻ ശ്രമിച്ച കാര്യം. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രസന്റ് മൊമെന്റുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പം ട്രാഫിക്കിൽ പെട്ടോണ്ടാണ് എനിക്ക് ലേറ്റ് ആയി പോയത്, ഞാൻ ഇപ്പൊ മഴ പെയ്തോണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ കംപ്ലൈന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇപ്പോഴത്തെ പ്രസന്റ് മൊമെന്റ് അത് ആക്ച്വലി റിയാലിറ്റി ആണ്. അവിടെ ഞാൻ ആർഗ്യൂ ചെയ്തിട്ടോ ഫൈറ്റ് ചെയ്തിട്ടോ കാര്യമില്ല എന്ന് ഞാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങി. അപ്പം ഇതുപോലെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിനെ മനസ്സിലാക്കി നമ്മുടെ ആ പ്രസന്റ് മൊമെന്റിന്റെ ആ ഒരു റിയാലിറ്റിനെ ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ടൈമുമായിട്ട് എനിക്ക് പീസിൽ വന്ന് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ടൈമിനെ കുറിച്ചുള്ള ബിലീഫ് സിസ്റ്റം പതുക്കെ മാറ്റിയെടുക്കണം. ഇത് ഇൻസ്റ്റന്റ്ലി ഒന്നും മാറത്തില്ല. ഇതുപോലെ കുറെ അഫർമേഷൻസും കാര്യങ്ങളും കുറെ ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പതുക്കെ സ്ലോലി ലൈഫ് ഇംപ്രൂവ് ആയി തുടങ്ങാൻ എനിക്ക് തുടങ്ങും കാരണം എന്റെ ലൈഫിൽ എനിക്ക് ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ചിലപ്പോൾ അത് ഹെൽപ്ഫുൾ ആയേക്കാം. ഇനി
ഈ കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഈസനോവ മെട്രിക്സ് വെച്ചിട്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഈ ഈസനോവ മെട്രിക്സ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഞാൻ ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് അറിയുന്നത് ഒരു 1-2 വർഷത്തിന് മുന്നേ എന്റെ ഓഫീസിലുള്ള ഒരു ട്രെയിനിങ് സെഷനിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് അറിയുന്നത്. ഈ അറിഞ്ഞ ദിവസം തൊട്ട് തന്നെ ഐ വാസ് റിയലി ഇംപ്രസ്ഡ് വിത്ത് ദിസ് ടെക്നിക്. അപ്പൊ ഞാൻ ആ ഒരു ടെക്നിക് ആ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. ലൈക്ക് എന്റെ ടൈം മാനേജ്മെന്റിന് മാത്രമല്ല, പലപ്പോഴും ഞാൻ എന്റെ ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗിന് പോലും ഈ ഒരു ടെക്നിക് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈസനോവ മെട്രിക്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാം എന്ന് നോക്കാം. അത് ഒരു 3 സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ ആ ടാസ്കുകളുടെ എല്ലാം ഒരു റാൻഡം ആയിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈസനോവ മെട്രിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ലിസ്റ്റിലുള്ള ഓരോ ടാസ്കിനെയും 4 കാറ്റഗറീസ് ആയിട്ട് തരം തിരിക്കണം എന്നുള്ളതാണ്. ആ 4 കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റും അർജന്റുമായിട്ടുള്ള ടാസ്കുകളാണ്. അതായത് ഈ വക ടാസ്കുകൾ നമുക്ക് ഡെഡ് ലൈൻസ് പോലത്തെ ടാസ്കുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മുടെ ടു ഡു ലിസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റീസിൽ സ്ഥാനം പിടിക്കുന്നത് ഈ കാറ്റഗറിയിലുള്ള ടാസ്കുകൾ ആയിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത്ര അർജന്റ് അല്ല. അപ്പം ഈ കാറ്റഗറിയിൽ വരുന്ന ടാസ്കുകൾ എന്ന് പറയുന്നത് നമുക്ക് നല്ല സമാധാനത്തോടെ നല്ല പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ അർജന്റ് ആണ്. ഈ വക ടാസ്കുകൾ മിക്കപ്പോഴും നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാവുന്ന ടാസ്കുകൾ ആയിരിക്കും. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റും അല്ല അർജന്റും അല്ല, ഇവ നമുക്ക് ഈസിലി ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഈസനോവ മെട്രിക്സ് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഈ പ്രയോറിറ്റീസിന്റെ ബേസിസിൽ ഉള്ളൊരു ടു ഡു ലിസ്റ്റ് ഫൈനലായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഒരു ഫൈനൽ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും മാത്രം ചെയ്ത് തീർക്കാൻ മാത്രമായിരിക്കില്ല നിങ്ങളുടെ സമയം എന്ന് പറയുന്നത്. പകരം നമ്മുടെ സമയം എന്ന് പറയുന്നത് നിങ്ങളെയും നിങ്ങളുടെ ഫാമിലീസിനെയും ഒക്കെ നിങ്ങളുടെ ലവ്ഡ് വൺസിനെ ഒക്കെ തന്നെ നന്നായിട്ട് നർച്ചർ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു മൂല്യമായ ധനമായി മാറണം നിങ്ങളുടെ സമയം എന്ന് പറയുന്നത്. നമുക്കിനി രണ്ടാമത്തെ കാറ്റഗറിയിലെ ആൾക്കാരെ കുറിച്ച് സംസാരിച്ചാലോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാറ്റഗറിയിലെ ആൾക്കാർ എന്ന് പറയുന്നത് പൊതുവെ മടി കാരണമോ അലസത കാരണമോ ഒക്കെ സമയം പാഴായി പോകുന്ന ആൾക്കാരാണ്. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹം കാണുമായിരിക്കും, പക്ഷെ എന്തുകൊണ്ടോ ഒന്നും ചെയ്യാനായിട്ട് പറ്റണില്ല. പൊതുവെ ഒരു ലൈഫിൽ ഒരു ഡയറക്ഷൻ ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് മെയിൻലി പറഞ്ഞ ഒരു റുട്ടീൻ ഒന്നും ഇല്ലായിരിക്കും. എണീക്കാൻ ഒരു സമയമില്ല, ഉറങ്ങാൻ ഒരു സമയമില്ല. അവരെന്തോ ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ പോകുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ. ഈ കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവാനായിട്ട് മറ്റുള്ളവരെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. കാരണം നിങ്ങൾ ഒരേ ഒരു കാര്യം ശരിയാക്കിയാൽ തന്നെ നിങ്ങളുടെ ലൈഫ് പതുക്കെ നല്ല ബെറ്റർ ആയി തുടങ്ങും. അതെന്താണെന്ന് വെച്ചാൽ ഒരു റുട്ടീൻ, ഒരു കുറച്ചൊന്ന് അച്ചടക്കം ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ ഉറങ്ങാനും എണീക്കാനും കഴിക്കാനും ഇതിനൊന്നും ഒരു സമയം ഇല്ലാതായി മാറിയ ഏറ്റവും ആദ്യം തന്നെ അഫക്റ്റ് ആയി പോകുന്നത് നിങ്ങളുടെ സിർക്കാഡിയൻ റിതം, അതായത് നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് ആയിരിക്കും. അപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരില്ലേ. ഈ പറഞ്ഞ പോലെ നല്ല തലവേദന വരും, ഉറക്കം ശരിയാവില്ല, നിങ്ങളുടെ ഫോക്കസ് പോകും, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു തളർച്ചയും, അതായത് പതുക്കെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വല്ലാണ്ടങ്ങ് ഇല്ലാതാകും. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ, അതായത് ചിലപ്പം നിങ്ങൾ എന്താ പറയുന്നത്, നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുമ്പോൾ അത് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു അച്ചടക്കം, ഒരു ചെറിയൊരു റുട്ടീൻ എങ്കിലും നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതിന് നിങ്ങൾക്ക് ടൈം ബ്ലോക്കിംഗ് ഷെഡ്യൂൾ, ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയേക്കാം. അതായത് നമ്മുടെ ഒരു ദിവസത്തെ 24 മണിക്കൂർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ മണിക്കൂറുകൾ പല ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ബ്ലോക്കും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഫോർ എക്സാമ്പിൾ 5 to 6 PM എന്ന് പറയുന്ന ഒരു 1 hour ബ്ലോക്ക് സ്പെസിഫിക്കലി അതിന്റെ വർക്കൗട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ സമയത്ത് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഞാൻ കമ്പൽസറി ആയിട്ട് ആ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്തിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ഷെഡ്യൂൾ ആക്കാം, നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കി വെക്കാം. ഇനി റുട്ടീനൊക്കെ ഉണ്ടാക്കി, ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി, പക്ഷെ എന്നാലും എന്തോ ഒരു മടി കാരണം, ഒരു മോട്ടിവേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ചെയ്തു തുടങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോമോഡോറോ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് മിക്കപ്പോഴും കുറച്ച് മോട്ടിവേഷൻ ഒക്കെ തരാൻ ഹെൽപ്ഫുൾ ആണ്. അതായത് ഇപ്പം ഒരു ടാസ്ക് എടുത്ത് എന്നിട്ട് അതിന്റെ നമ്മളൊരു 25 മിനിറ്റ് നമ്മൾ ഒരു ടാസ്ക് ചെയ്തു, എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മൾ ഹെൽത്തി ബ്രേക്സ് എടുക്കുന്നു, വീണ്ടും നമ്മൾ 25 മിനിറ്റ്സ് വർക്ക് ചെയ്യുന്നു, വീണ്ടും നമ്മൾ 5 മിനിറ്റ്സ് ഹെൽത്തി ബ്രേക്സ് എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തു വെച്ച ടാസ്ക് എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാകും. എന്നിട്ട് നമ്മൾ ആ ടു ഡു ലിസ്റ്റിൽ ആ ഒരു ഫൈനൽ ടിക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇങ്ങനെ വെറുതെ പാഴായി പൊക്കോണ്ടിരുന്ന സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു നേരത്തെ, പക്ഷെ ഇപ്പൊ നിങ്ങൾ കുറച്ച് ആക്ഷൻസ് എടുത്ത് തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിനുള്ളൊരു റിസൾട്ട്, നല്ല റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ വരും. അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് ഈസിലി ബെറ്റർ ആയി പോകും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ എന്റെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമയത്തിന് നല്ല സമാധാനപരമായിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വരുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ.